Good afternoon. Okay. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംബുലൻസ് സർവീസ് ലാസ്റ്റ് സെക്ഷനിൽ എത്തി അല്ലേ? അതിനകത്ത് ഏതായിരുന്നു പറഞ്ഞ ക്രൂയിങ് ആണ്. ആംബുലൻസിലെ ക്രൂയിങ്. അതിനകത്ത് എത്രണ്ണം പറഞ്ഞു? നമ്മള് 8ാമത്തെ വരെ പറഞ്ഞു അല്ലെ? എമർജൻസി കെയർ പ്രാക്ടീഷണർ ECP അല്ലെ? 8ാമത്തെ വരെ അല്ലേ പറഞ്ഞു നിർത്തിയത് അല്ലെ? അതെ. ECP എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്താ പറയുക? This position is outlined to bridge the link between ambulance care and care of a general practitioner. ഒരു ആംബുലൻസിലെ കെയറും ഒരു ജനറൽ പ്രാക്ടീഷണറും തമ്മിലുള്ള ഒരു ബന്ധം അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അത് ഈ ECP എന്ന് പറഞ്ഞാൽ പാരാമെഡിക്സിനേക്കാളും കുറച്ചുകൂടി അവരെക്കാളും എലിജിബിൾ ആയിട്ടുള്ള ആളുകളാണ്. കുറച്ചുകൂടി പാരാമെഡിക്സിനേക്കാളും ട്രെയിനിങ് കൂടുതൽ കിട്ടിയിട്ടുള്ള ആളുകളാണ് ECP എന്ന് പറയുന്നത്. എമർജൻസി കെയർ കൊടുക്കാൻ പറ്റുന്ന അതിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയ വ്യക്തികളാണ് ECP എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് പിന്നെ നോക്കി ECPs are already eligible paramedics who have gone through further training and are trained to dictate medicine for longer period care. അപ്പോൾ നമ്മള് കുറച്ചുകൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. പാരാമെഡിക്സിനേക്കാളും കുറച്ചുകൂടി ട്രെയിനിങ് കിട്ടിയതാണ്. അവർക്ക് പിന്നെ ലോങ്ങർ പീരീഡ് കെയറിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതായത് ബയോട്ടിക്സ് ഒക്കെ കൊടുക്കാനുള്ള ആ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക് ഇതിലൊക്കെ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് ECP എന്ന് പറയുന്നത്. ECP ആ ECPയും ഹോസ്പിറ്റലിലുള്ള ഡോക്ടറും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അപ്പൊ എന്താ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നേരെ ഡോക്ടറിനെ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു ഇതിലൂടെ തന്നെ ഡോക്ടറുമായിട്ട് കാര്യങ്ങൾ പരസ്പരം അവർക്ക് സംസാരിക്കാനോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യാനോ ഒക്കെ പറ്റും. അതിനകത്ത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വരിക. പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് ECP എന്ന് പറയുന്നത്. ഓക്കെ. കൂടുതൽ കെയർ കൊടുക്കേണ്ട കേസുകളിൽ കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ട കേസുകളിലൊക്കെ ആംബുലൻസിൽ ECPയുടെ ഒരു അവൈലബിലിറ്റി വേണം. ഇനി അടുത്തത് ഫിസിഷ്യൻ അസിസ്റ്റന്റ് ആണ്. ഫിസിഷ്യൻ അസിസ്റ്റന്റ് പേരെന്ന് അറിയാം, PA എന്ന് പറയും. അത് നോക്കിയേ, physician assistants are seen mainly in English speaking countries. അതായത് യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്നുള്ള ഒരു പൊസിഷൻ. നമ്മുടെ ഇവിടെ ഇല്ല. യൂറോപ്യൻ കൺട്രീസിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് ഈ ഒരു പോസ്റ്റ് ഉള്ളത്, ഫിസിഷ്യൻ അസിസ്റ്റന്റ്. നമ്മുടെ ഡോക്ടറിന്റെ PA ഇല്ലേ, അതുപോലെ തന്നെയാണ് ഈ പൊസിഷൻ അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത്. PS mirror the practice of physician and are able to provide the range of medical skills a physician provides. ഫിസിഷ്യന്റെ ആ ഒരു പരിശീലനത്തെ അവര് പ്രതിഫലിപ്പിക്കുക ചെയ്യുന്നത്. അതായത് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ശരിക്കും. ഫിസിഷ്യനെ അവരുടെ വർക്കിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുന്നവരാണ്. പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് they normally work in disassociation with the physician through in an ambulance environment. This may not be possible. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, അപ്പൊ ഒരു ആംബുലൻസ് ഒരു പരിസ്ഥിതിയിൽ അവിടെ ഫിസിഷ്യൻ അസിസ്റ്റന്റും ഫിസിഷ്യനും വേണ്ട, രണ്ടുപേരും കൂടി ഒരു ആംബുലൻസിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് this may not be possible. കണ്ടോ, ആ ഒരു ആംബുലൻസ് എൻവയോൺമെന്റിൽ ഇത് പോസിബിൾ അല്ല. അതായത് ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അവിടെ ഫിസിഷ്യൻ വേണ്ട, അല്ലെങ്കിൽ ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ പിന്നെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് വേണ്ട. ഇതാണ് ഒരു ആംബുലൻസ് എൻവയോൺമെന്റിൽ ഇവര് രണ്ടുപേരും കൂടി വേണ്ട, ആരെങ്കിലും ഒരാൾ മാത്രം മതി. അപ്പൊ അതിനകത്ത് പറഞ്ഞേക്ക് നോക്കിയേ, instead advanced direction on electronic communication is available to
PAs consult with the physician when needed. അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് ഫിസിഷ്യനുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ അവിടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആയിരിക്കും. ഉണ്ടോ? ഇലക്ട്രോണിക് ആയിട്ട് നമുക്ക് ഫിസിഷ്യനുമായിട്ട് ഈ ഫിസിഷ്യൻ അസിസ്റ്റന്റിന് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആശയവിനിമയം ആ PAക്ക് ലഭ്യമാണ്. ഓക്കെ, അതിപ്പോ ഫിസിഷ്യൻ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങള് ഇപ്പൊ ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്ത് മെഡിസിൻ ആണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഹിസ്റ്ററി എന്താണ്, പേഷ്യന്റിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ളതൊക്കെ ഒരു ഡോക്ടറെ പോലെ തന്നെ ആ ഫിസിഷ്യൻ അസിസ്റ്റന്റിനും പറയാം. ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞേക്കുന്ന ഒരു ആംബുലൻസ് എൻവയോൺമെന്റില് ഇവിടെ രണ്ടുപേരും കൂടി വേണ്ട. അപ്പൊ ഫിസിഷ്യൻ ഉണ്ടെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ് വേണ്ട, ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഫിസിഷ്യൻ വേണ്ട. പക്ഷെ അവർക്ക് എന്താ, ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ അവർക്ക് കാര്യങ്ങൾ പരസ്പരം കൈമാറാൻ പറ്റും. ഓക്കെ, ഇനി ലാസ്റ്റത്തെയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഫിസിഷ്യൻ ഡോക്ടേഴ്സ് may be present in specialized ambulance unit, most notably the air ambulance, with a full range of additional skills such as use of prescription medicines. ഇവിടെ ഫിസിഷ്യൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെ എയർ ആംബുലൻസിലെ കാര്യം പറഞ്ഞേക്കുന്നത്. ഡോക്ടേഴ്സ് may be present in specialist ambulance units, most notably the air ambulance. എയർ ആംബുലൻസിൽ പ്രത്യേകിച്ചും ഒരു ഫിസിഷ്യൻ നിർബന്ധമായിട്ടും വേണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആ ഒരു മാർഗത്തിൽ ഇല്ല അല്ലെ. ഇപ്പൊ നമ്മള് എന്താ ഫ്ലൈറ്റ് നമ്മൾ എടുത്ത് പിന്നെ അടുത്തത് എവിടെയാണോ അത് ഇറങ്ങേണ്ടത് അവിടെയും വരേക്കും അതിന്റെ ഓൺ ദ വേയില് ഇപ്പൊ പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ ഇറങ്ങി ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടറിന്റെ ഒരു സർവീസ് നമുക്ക് കിട്ടൂല അല്ലെ. ഇപ്പൊ നമ്മൾ സാധാരണ ആംബുലൻസിൽ പോവുകയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഇറങ്ങി അവിടെ നമുക്കൊന്ന് നോക്കാം. പക്ഷെ എയർ ആംബുലൻസിൽ അത് പറ്റില്ല. അതാണ് പറഞ്ഞേക്കുന്നത് പർട്ടിക്കുലർലി എയർ ആംബുലൻസ്. അതായത് നമുക്ക് പ്രത്യേകിച്ചും എയർ ആംബുലൻസിൽ ഒരു ഫിസിഷ്യന്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഫിസിഷ്യൻ ആ ഒരു വേയിലില്ല. അതുകൊണ്ട് തന്നെ എന്ത് വേണം? ആ ഒരു ഫിസിഷ്യൻ ഈ എയർ ആംബുലൻസിൽ പ്രസന്റ് ആയിരിക്കണം. ഇതാണ് എന്താണോ പേഷ്യന്റിന്റെ സ്റ്റേറ്റ് അതനുസരിച്ച് ഉള്ള ഒരു കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിസിഷ്യൻ അതില് നമുക്ക് എയർ ആംബുലൻസിൽ നിർബന്ധമായിട്ടും വേണം. ഇത് ഫുൾ റേഞ്ച് ഓഫ് അഡീഷണൽ സ്കിൽ സച്ച് ആസ് ദ യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്. അതായത് എല്ലാ ഇതും മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനും എല്ലാ ഇതും ഒരു ഫിസിഷ്യന്റെ ഒരു പ്രസൻസ് എയർ ആംബുലൻസിൽ വേണം. എന്തുകൊണ്ടാ? ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ആ ഒരു മാർഗത്തിൽ ഇല്ല അല്ലെ. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് നമുക്ക് ഡോക്ടറിനെ വിളിക്കാനോ ഡോക്ടറിനെ കാണാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിസിഷ്യൻ നിർബന്ധമായിട്ട് എയർ ആംബുലൻസിൽ വേണം. ഇത് മൂന്നെണ്ണം കൂടി ഇനി പറയാണ്ട്. ECP നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ECP അതിന്റെ എക്സ്പാൻഡഡ് ഫോം അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ECP എമർജൻസി കെയർ പ്രാക്ടീഷണർ. അതെന്താ? അദ്ദേഹം ഈ പാരാമെഡിക്സിനേക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതായിരിക്കും. ഓൾറെഡി എലിജിബിൾ പാരാമെഡിക്സ് ഉണ്ടോ, who have gone through further training. കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരാണ് ECP എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എവിടെയാ കാണുന്നത്? ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്. അണ്ടർലൈൻ ചെയ്തിട്ടോ ആ സെന്റൻസ്. ഫിസിഷ്യൻ അസിസ്റ്റന്റ്സ് ആർ seen mainly in English speaking countries. പിന്നെ അതിനകത്ത് ലാസ്റ്റ് സെന്റൻസും കൂടി ഒന്ന് നോട്ട് ചെയ്തേനെ. Instead, advanced direction of electronic communication is available to PA to consult with the physician when needed. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഫിസിഷ്യനുമായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ PAക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിൽ കൂടെയാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ഓക്കെ, പിന്നെ ലാസ്റ്റത്തേതിനകത്ത് നമുക്ക് എയർ ആംബുലൻസിൽ നമുക്ക് ഒരു ഫിസിഷ്യൻ നിർബന്ധമായിട്ടും വേണ്ടതാണ്. The doctors may be present in specialist ambulance unit, most notably the air ambulance. അത്രയും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടായിരുന്നു. ഓക്കെ,
ആ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു കേട്ടോ, ആംബുലൻസ് സർവീസുകളുടെ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുക്കാൻ പോകുന്നത് മോർച്ചറി ആണ്. മോർച്ചറി ഞാനൊന്ന് ഷെയർ ചെയ്തിട്ടേക്ക്. പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്തേ കേട്ടോ. 65 ആണ് മോർച്ചറി. മോർച്ചറി സർവീസ് പേജ് നമ്പർ 65. ഓക്കെ, മോർച്ചറി സർവീസ്. എല്ലാവരും മോർച്ചറി കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? മോർച്ചറി കണ്ടിട്ടില്ല എല്ലാവരും? കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഓക്കെ, മോർച്ചറിയിൽ കേറിയിട്ടുണ്ടോ? കേറിയിട്ടുണ്ടോ? ഇല്ല, ആരും കേറിയിട്ടില്ല. കേറിയിട്ടില്ല. പേടിയുണ്ടാവും. മോർച്ചറി കാണുമ്പോ പേടിയില്ല? പേടിയൊന്നും ഇല്ലല്ലോ. പേടിയുണ്ടോ? ഉണ്ടോ? ഫിലിമില് കണ്ടിട്ടുണ്ട്. ശരി, ഓക്കെ. പേടിയൊന്നും ഇല്ല. എന്തിനാ നമ്മൾ പേടിക്കണേ അല്ലെ? നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ മാത്രം നമ്മൾ പേടിച്ചാൽ മതി അല്ലെ? ഇവരൊന്നും നമുക്ക് വേറെ ഇതൊന്നുമില്ല. എന്താണ് എന്തായാലും മോർച്ചറി എന്ന് പറഞ്ഞ എന്താ അറിയാം? ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യും. കറക്റ്റ് ആണ്. ഓക്കെ, നമ്മള് എന്താ പറയാ, മരിച്ച ആളുകളെ നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ അവര് നമുക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല. പിന്നെ സിനിമകളിലൂടെയൊക്കെ പറഞ്ഞ് നമ്മളെ എങ്ങനെ പേടിപ്പിച്ച് വെച്ചേക്കണമെന്നുള്ളൂ. എന്നാൽ ജീവിച്ചിരിക്കുന്നവര് മാത്രം നമ്മൾ പേടിച്ചാൽ മതി. അവരാണ് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റുള്ളൂ അല്ലെ? കുശുമ്പും അതൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മോർച്ചറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ? കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഒരു മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ മിക്ക ഹോസ്പിറ്റലുകൾക്കും അതിന്റെ ഭാഗമായിട്ട് തന്നെ മോർച്ചറികൾ ഉണ്ട് അല്ലേ? ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുവാണെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അവരെ മുമ്പിൽ തന്നെ എടുക്കാൻ പറ്റില്ല അല്ലെ? അപ്പത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം? ഡെഡ് ബോഡി നമ്മൾ മോർച്ചറിയിലേക്ക് മാറ്റണം അല്ലെ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നമ്മൾ ആ ബോഡി കീപ്പ് ചെയ്യുക ചെയ്യുന്നത് അവിടെ. ഇപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചാലും അപ്പൊ തന്നെ നമുക്ക് വീട്ടിലേക്ക് അവര് ബോഡി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഹാൻഡ് ഓവർ ചെയ്യൂല. അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ? പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയായതിനു ശേഷം മാത്രമാണ് നമുക്ക് ബോഡി കിട്ടുള്ളൂ, ഹോസ്പിറ്റലിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അതുവരേക്കും നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ. മോർച്ചറി സർവീസ്. ഇനി മോർച്ചറി എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഡെഡ് ഹൗസ് അല്ലെങ്കിൽ ഡെഡ് റൂം എന്നും പറയും കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഡെഡ് ഹൗസ്, ഡെഡ് DEAD, ഡെഡ് ഹൗസ് ഓർ ഡെഡ് റൂം. Introduction. Okay, mortuary is an inevitable part. Inevitable എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രൽ അല്ലെങ്കിൽ നെസസറി, അത്യാവശ്യമായ അല്ലെങ്കിൽ അനിവാര്യമായ ഒരു ഭാഗമാണ് ഹോസ്പിറ്റലിന്റെ. മോർച്ചറി എന്ന് പറയുന്നത് എന്താണ്? ഇസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് എവരി ഹോസ്പിറ്റൽ. എല്ലാ ഹോസ്പിറ്റലിന്റെയും ഒരു അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ ഒരു പേഷ്യന്റ് മരിക്കുകയാണെങ്കിൽ മരിച്ചപ്പോ തന്നെ നമുക്ക് നമുക്ക് ബോഡി ഹാൻഡ് ഓവർ ചെയ്യൂല അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പിന്നെ നമുക്ക് അവിടെ അവരാ റൂമിൽ കിടത്താനും പറ്റില്ല. അപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബോഡി പെട്ടെന്ന് തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും. എന്നിട്ട് പിന്നെ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഇതൊക്കെ ശരിയായതിനു ശേഷമാണ്. അപ്പൊ അത്രയും
ഇത്രയും നേരം വരേക്കും നമുക്ക് ബോഡി വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ബോഡി കീപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മോർച്ചറി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ എന്താണ് ഒരു അനിവാര്യമായിട്ടുള്ള ഭാഗമാണ്. ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് എവരി ഹോസ്പിറ്റൽ. എല്ലാ ഹോസ്പിറ്റലിന്റെയും ഒരു അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് മോർച്ചറി. ആസ് ഇറ്റ് ഹാൻഡിൽസ് ദ പ്രിസർവേഷൻ ഓഫ് ഡെഡ് ബോഡീസ്. അവിടെ എന്താ ചെയ്യുന്നേ, എന്താ കൈകാര്യം ചെയ്യുന്ന? പ്രിസർവേഷൻ ഓഫ് ഡെഡ് ബോഡീസ്. ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ദ ഫോറൻസിക് ക്ലിനിഷ്യൻ ആൻഡ് പത്തോളജിസ്റ്റ്, ഫോറൻസിക് വിദഗ്ധർക്ക്, ഇപ്പൊ നമ്മള് ഫോറൻസിക് കേസിന്റെ ഭാഗമായിട്ടോ ഒക്കെ ആണെങ്കിലും നമ്മൾ ഡെഡ് ബോഡിയില് ഫോറൻസിക് പരിശോധന നടത്തും അല്ലെ, എന്തെങ്കിലും എവിഡൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഫോറൻസിക് ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ പത്തോളജിസ്റ്റ്. പത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഡിസീസ് ഒക്കെ എന്താണ്, അപ്പൊ എന്ത് രോഗം മൂലമാണ് അവര് മരിച്ചത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, രോഗമൊക്കെ എന്ത് കാരണം കൊണ്ടാണ്, എന്ത് രോഗം കൊണ്ടാണ് മരിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പത്തോളജിസ്റ്റിനും ഫോറൻസിക് ക്ലിനിഷ്യനും ഒക്കെ എന്ത് ചെയ്യുന്നു, അവർക്ക് ഒരു വളരെയധികം പ്രയോജനപ്രദമാണ് ഈ മോർച്ചറി എന്ന് പറയുന്നത്. They investigate the cause of death and make scientific investigation. ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനും മരണത്തിന്റെ കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഒരു പ്ലേസ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞാല് പതോളജിസ്റ്റിനാണെങ്കിൽ എന്ത് രോഗം മൂലമാണ് ആ ഒരു വ്യക്തി മരിച്ചതെന്ന് രോഗകാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ. ഫോറൻസിക് ക്ലിനിഷ്യൻസിനാണെങ്കിൽ ഫോറൻസിക് ആയിട്ടുള്ള പരിശോധന നടത്താൻ, കേസിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഫോറൻസിക് ആയിട്ടുള്ള പരിശോധനയൊക്കെ നടത്താനും, എന്തിനാ മരണകാരണം എന്ത് കാരണം കൊണ്ടാണ് മരിച്ചതെന്ന് കണ്ടുപിടിക്കാനും, ശാസ്ത്രീയമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനും ഒക്കെ ക്ലിനിഷ്യനും ഫോറൻസിക് ക്ലിനിഷ്യനും പതോളജിസ്റ്റിനും ഒക്കെ ചെയ്യുന്നു. അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെഡ് ബോഡി പ്രിസർവ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, എ മോർഗ് ഓർ മോർച്ചറി is used for the storage of dead bodies waiting for identification or removal for autopsy. Autopsy or removal for autopsy. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം. പോസ്റ്റ്മോർട്ടത്തിൽ തന്നെയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത് കേട്ടോ. മെഡിക്കലി നമ്മളത് ഓട്ടോപ്സി എന്ന് പറയും. മെഡിക്കൽ ടൈമില് പോസ്റ്റ്മോർട്ടം തന്നെയാണ് ഓട്ടോപ്സി. അപ്പോ റിമൂവൽ ഫോർ ഓട്ടോപ്സി, ബെറിയൽ അടക്കം ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ക്രിമേഷൻ ശവസംസ്കാരം, ശവസംസ്കാരം നടത്താൻ. ഓർ some other post-death rituals, മരണാനന്തര ചടങ്ങ് കാത്തിരിക്കുന്ന ബോഡീസ്. അപ്പൊ ഇതിനെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ് കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് മോർച്ചറി. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് മോർച്ചറി ഉപയോഗിക്കുന്നത്. എന്തിനാ? വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ബോഡി. ഇപ്പൊ നമ്മളിപ്പോ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി മരിച്ചു, നമുക്ക് ആരാന്ന് മനസ്സിലായില്ല, അല്ലെങ്കിൽ നമുക്ക് അപ്പൊ നമ്മൾ അജ്ഞാത മൃതദേഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് പേപ്പറിലും ഇതിലൊക്കെ വരും അല്ലെ. അപ്പൊ അവരുടെ ആരെങ്കിലും ഇന്ന ആളാണ് ഐഡന്റിഫൈ ചെയ്ത് വരേണ്ട വരേക്കും നമ്മൾ ആ ബോഡി പ്രിസർവ് ചെയ്ത് വെക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഫോർ ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങള് ഐഡന്റിഫൈ ചെയ്യുന്നത് വരെ അതിനു വേണ്ടി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഐഡന്റിഫിക്കേഷന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ്. ഓർ റിമൂവൽ ഫോർ ഓട്ടോപ്സി, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി മാറ്റപ്പെടേണ്ട ബോഡീസ്. ബെറിയൽ അത് കോമ ഇട്ടിട്ട് എന്നിട്ട് കോമ ഇട്ടിട്ട് ബെറിയൽ ശവസംസ്കാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടക്കം ചെയ്യാനായിട്ട്. ബെറിയൽ എന്ന് പറഞ്ഞാൽ അടക്കം ചെയ്യാന്നുള്ള മീനിങ് കേട്ടോ. അടക്കം ചെയ്യാനായിട്ട്, ക്രിമേഷൻ ശവസംസ്കാരം ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന ബോഡി. ഓർ
some other post-death rituals. മരണാനന്തര ചടങ്ങ് കാത്തിരിക്കുന്ന ബോഡീസ്. അതായത് ഇപ്പൊ വീട്ടിൽ വെച്ച് മരിച്ചു, നമുക്കിപ്പോ അവിടെ ബന്ധുക്കളൊക്കെ വലിയ വിദേശത്തൊക്കെ ആണെങ്കിൽ 2-3 ദിവസമൊക്കെ എത്തും വരാനായിട്ട് അല്ലെ. അപ്പൊ അതുവരേക്കും നമുക്ക് ബോഡി വീട്ടിൽ തന്നെ വെച്ചോണ്ട് ഇരിക്കാൻ പറ്റില്ല 2-3 ദിവസമൊക്കെ അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു അവസ്ഥയിലും പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മോർച്ചറിയിലേക്ക് മാറ്റാം ആ ഒരു സാഹചര്യത്തില്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സംസ്കാര ചടങ്ങിനൊക്കെ കുറച്ച് താമസമൊക്കെ വരുവാണ്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ആ ബോഡിയിലേക്ക്, ആ ബോഡി നമുക്ക് മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. ഇതിനെല്ലാം വേണ്ടി തയ്യാറിരിക്കുന്ന ബോഡീസ് സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ആണ് മോർച്ചറി എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. മോർച്ചറി ഈസ് യൂസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഡെഡ് ബോഡീസ്, waiting for identification or removal, or for removal for autopsy, burial, cremation or some other post-death rituals. മരണാനന്തര ചടങ്ങ് കാത്തിരിക്കുന്ന മൃതദേഹങ്ങള് ക്രിമേഷന് വേണ്ടിയിട്ട്, ബെറിയൽ സംസ്കാരം നടത്താനായിട്ട്, ഓട്ടോപ്സിക്ക് വേണ്ടി മാറ്റപ്പെടേണ്ട ബോഡീസ്, തിരിച്ചറിയപ്പെടാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി, ഇതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മോർച്ചറി. The term morgue is derived from the French word morgue. അണ്ടർലൈൻ ചെയ്തിട്ട് the term morgue is derived from the French word morgue. ഇവിടെ മോർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർച്ചറി തന്നെയാണ് കേട്ടോ. മോർഗ് ഓർ മോർച്ചറി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വായിക്കാതെ the term mortuary is derived from the French word morgue. മോർഗ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് പേരിൽ നിന്നാണ് മോർച്ചറി എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ടായിരിക്കുന്നത്. Which means, എന്താ അതിന്റെ മീനിങ്? മോർഗ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? Which means to look solemnly, to defy എന്ന് വെച്ചാൽ എന്താ, ഒരു സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള മീനിങ് ആട്ടോ. To hold seriously, ഇവിടെ എഴുതി വെച്ചോ. To hold, HOLD, seriously, SPRIOUSLY, to hold seriously, സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക. അപ്പൊ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന് അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക, അതാണ് ആ മീനിങ്. മോർഗ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വേർഡിന്റെ മീനിങ് ആണ് ടു ലുക്ക് സോളിമൻലി. ഒന്നുകൂടി പറയാമോ? ഓക്കെ, പറയാലോ. എന്താ പറഞ്ഞേക്കുന്ന പാരഗ്രാഫിൽ നോക്കിയേ. The term morgue is derived from the French word morgue. അപ്പൊ മോർഗ് എന്ന് പറഞ്ഞാലും മോർച്ചറി എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലെ. അതാണ് അതിന് നമ്മൾ പറഞ്ഞത്, മോർഗ് അല്ലെങ്കിൽ മോർച്ചറി. അപ്പൊ നമുക്ക് ഇതിങ്ങനെ വായിക്കാം. The term mortuary is derived, morgue or mortuary is derived from the French word morgue. ഈ മോർഗ് എന്ന് പറഞ്ഞത് ഒരു ഫ്രഞ്ച് വേർഡാണ്. ഓക്കെ, അപ്പൊ മോർച്ചറി എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തത് ഏതിൽ നിന്നാണ്? ഫ്രഞ്ച് വേർഡാണ്. അതെന്താ, ഏത് ഫ്രഞ്ച് വേർഡാ? മോർഗ്. മോർഗ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് മോർച്ചറി എന്ന വാക്ക് ഉണ്ടായത്. മോർഗ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ഫ്രഞ്ച് വേർഡ് മോർഗ്. മോർഗ് എന്ന് തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത്. അവിടെ നിങ്ങൾക്ക് മോർഗ് ഓർ മോർച്ചറി എന്ന് വായിക്കാം കേട്ടോ. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. The term morgue or mortuary is derived from the French word morgue, which means, ഇനി എന്താ മീനിങ് എന്താ? To look solemnly, to defy. എന്ന് വെച്ചാൽ എന്താ, നമ്മള് ഒരു സീരിയസ് ആയിട്ട് നോക്കുക, അതാണ്. ഗൗരവമായിട്ട് നമ്മൾ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് സൂക്ഷിച്ചു വെക്കുക, അതാണ്. To hold seriously, അതാണ് ആ മീനിങ്. അങ്ങനെ എഴുതി വെച്ചവിടെ. To hold, HOLD, hold seriously, സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെതായ ഗൗരവം കൊടുത്ത് ബോഡീസ് സൂക്ഷിച്ചു വെക്കുക, അതാണ്. To look solemnly, to defy, സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക, അതാണ് മീനിങ്. മോർഗ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് അത് അണ്ടർലൈൻ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ മോർച്ചറി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ഡാഷ്, അങ്ങനെയും ചോദിക്കാം. ഫ്രഞ്ച് വേർഡ് മോർഗ്. മോർച്ചറി എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ആ ഫ്രഞ്ച് വേർഡ് ഏതാ? മോർഗ്. മോർഗ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് മോർച്ചറി എന്ന വാക്ക് ഡിറൈവ് ചെയ്തേക്കുന്നത്. ഇനി മോർഗ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ അതിൻ്റെതായ ഗൗരവം കൊടുത്ത് സൂക്ഷിച്ചു വെക്കുക, അതാണ്.
To hold seriously. To hold seriously. ഇതും അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. Which means to look solemnly, to defy. അതിന്റെ മീനിങ് ആണ്. To look solemnly, to defy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? To hold seriously. Okay, clear ആയിട്ട്. To hold seriously. സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക. അതാണ് അതിൻ്റെതായ ഗൗരവം കൊടുത്തിട്ട് സൂക്ഷിച്ചു വെക്കുക. ഇനി മോർഗ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ്. കണ്ടോ, മോർഗ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ഇവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയാറുണ്ടോ? ഡെഡ് ബോഡി എവിടെയാ? മോർഗിലാന്ന് പറയാറുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്നത് മോർച്ചറി എന്നാണ് അല്ലെ. അപ്പൊ മോർഗ് ആരാ ഉപയോഗിക്കുന്നത്? മോർഗ് ഈസ് യൂസ്ഡ് ഇൻ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷ്. നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. മോർച്ചറി ഈസ് മോർ കോമൺ ഇൻ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. എന്നാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏതാ? ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലേ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അപ്പോ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, മോർച്ചറി എന്ന വാക്ക് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് മോർച്ചറി എന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിൽ മോർഗ് എന്നുമാണ് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ടും സെയിം ആണ്, മോർച്ചറി ഓർ മോർഗ്. അപ്പൊ അതിനകത്ത് നിങ്ങൾ വേർഡ് ഏതാണ് മോർച്ചറി എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ഫ്രഞ്ച് വേർഡ് ഏതാന്നുള്ളത് നോക്കണം. മോർഗ്. പിന്നെ അതിന്റെ മീനിങ്ങും അണ്ടർലൈൻ ചെയ്തിടാം. രണ്ട് മീനിങ് ഉണ്ട്. അതായത് ടു ലുക്ക് സോളിമൻലി, ടു ഡിഫൈൻ. അതാണ് നമ്മുടെ പ്രിന്റഡ് നോട്ടില്. അത് ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം. അതിന്റെ ഒരു മീനിങ് അതിന്റെ മുകളിൽ തന്നെ ഒന്ന് എഴുതി വെച്ചേക്കുക. ടു ഹോൾഡ് സീരിയസ്ലി. അതാണ് ടു ലുക്ക് സോളിമൻലി, ടു ഡിഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹോൾഡ് സീരിയസ്ലി. അതാണ് സീരിയസ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക. അതാണ് അതിന്റെ മീനിങ്. ഇനി നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷിലാണ് മോർഗ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ മോർഗ് എന്ന് അധികം ഉപയോഗിക്കാറില്ല. ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് മോർച്ചറി എന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താ പറയാ? മോർച്ചറി എന്നാണ് നമ്മൾ യൂസ് ചെയ്തത്. ക്ലിയർ ആയോ? അത് 3 പാരഗ്രാഫ് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ഓക്കെ അല്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഉണ്ടോ? യെസ്, ഓക്കെ. ഇനി നീഡ് ഫോർ മോർച്ചറി. ഇനി മോർച്ചറിയുടെ ആവശ്യം എന്താണ്? എന്തിനൊക്കെയാണ് മോർച്ചറി? മോർച്ചറിയുടെ ആവശ്യം എന്താണ്? First question is that it is necessary for the hospital administration that a suitable provision shall be made in a dubious place. Dubious എന്ന് പറഞ്ഞാൽ unclear, സംശയാസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തമല്ലാത്ത, ഒതുങ്ങിയ എന്നുള്ള മീനിങ് ആണ് dubious. Unclear place shall be made in dubious place where the dead body can be placed, pending final disposal or to rule out the cause of the death. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ മോർച്ചറി എന്ന് പറയുന്നത് നമ്മൾ ചെല്ലുമ്പോ തന്നെ ഫ്രണ്ടിൽ തന്നെയാണോ മോർച്ചറി ഇരിക്കുന്നത്? ആണോ? ഫ്രണ്ടിൽ തന്നെയാണോ ചെന്ന് കയറുന്നത്? മോർച്ചറിയിലേക്കാണോ നമ്മള്? അല്ല, അതെപ്പോഴും എവിടെയായിരിക്കും? ഒരു ഒതുങ്ങിയ സ്ഥലത്തായിരിക്കും. ഒന്നല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും, ഒരു ഒതുങ്ങിയ സ്ഥലത്ത്. അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് മാറി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ കുറച്ചും കൂടി എങ്കിൽ ഒരു സെപ്പറേറ്റ് ബിൽഡിങ്ങും ആകാം മോർച്ചറി, വേറൊരു കെട്ടിടമാകാം. ഹോസ്പിറ്റലിനോട് ചേർന്നായിരിക്കണം എന്നില്ല. എങ്കിലും അത് മോർച്ചറി എപ്പോഴും ഐസൊലേറ്റഡ്, ഒറ്റപ്പെട്ട് നിർത്തണം. ശരിയാണ്. എന്നുവെച്ചാൽ എപ്പോഴും എല്ലാവർക്കും ഒന്നും അതിലേക്ക് നമ്മൾ പോകണ്ട അല്ലെ? നമുക്ക് എല്ലാവർക്കും പോകണ്ട. പിന്നെ അതുമല്ല, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോ തന്നെ നമ്മൾ ആദ്യം തന്നെ മോർച്ചറി, അതൊരു നെഗറ്റീവ് ഇതാണ് നമുക്ക് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോ ഡെഡ് ബോഡി കാണുക, അതൊക്കെ നമുക്കൊരു നല്ലൊരു ലക്ഷണമല്ല. നമ്മൾ പറയും അല്ലെ? നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഇത് കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇതാ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ അസുഖം മാറാൻ വേണ്ടിയല്ലേ നമ്മൾ പോകുന്നത്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടണം അവിടെ അല്ലെ? അപ്പൊ നമ്മൾ ചെന്ന് കയറുമ്പോഴത്തേക്ക് ഒരു ഡെഡ് ബോഡി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിന് നമുക്കൊരു നെഗറ്റീവ് ഇതായിരിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മള് ആ ഒരു മോർച്ചറി എപ്പോഴും എവിടെ വെക്കണ്ടേ? ഒരു ഡൂബിയസ് പ്ലേസിൽ, അല്ലെങ്കിൽ ഒരു അവ്യക്തമായിട്ടുള്ള
ഒരു അൺക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലേസിലായിരിക്കണം അത് വെക്കേണ്ടത്. അത് അങ്ങനെ വെക്കുക എന്നുള്ളത് ആർക്കടെ ഒരു പ്രൊവിഷൻ, ഒരു വ്യവസ്ഥ, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. It is necessary for the hospital administration that a suitable provision shall be made in a Dubious place. ആ ഡെഡ് ബോഡി ഡുബിയസ് പ്ലേസിൽ, അൺക്ലിയർ ആയിട്ടുള്ള പ്ലേസിൽ വെക്കണം, ആ മോർച്ചറി വെക്കണം. അതിനൊരു വ്യവസ്ഥ, അതിന് അനുയോജ്യമായിട്ടുള്ള വ്യവസ്ഥ ഉണ്ടാക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. വെയിറ്റിംഗ് ഫോർ ഫൈനൽ ഡിസ്പോസൽ ഉണ്ടോ, ഫൈനൽ ഡിസ്പോസലിനായിട്ട് കാത്തിരിക്കുന്നതിനോ അല്ലെങ്കിൽ മരണകാരണം തള്ളിക്കളയുന്നതിനോ ഒരു സംശയാസ്പദമായിട്ടുള്ള സ്ഥലത്ത് മോർച്ചറി സെറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ദാറ്റ് a suitable provision shall be made in a Dubious place. Okay. അവിടെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിൽ എന്നൊക്കെ ചോദിക്കാം. അവിടെ എപ്പോഴും എവിടെയായിരിക്കണം, ഒരു അൺക്ലിയർ പ്ലേസിലായിരിക്കണം. ഓക്കെ, ഫൈനൽ ഡിസ്പോസലിനായിട്ട് കാത്തിരിക്കുന്നതിനോ അല്ലെങ്കിൽ മരണകാരണം തള്ളിക്കളയുന്നതിനോ, അതായത് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തണ്ടേ, അതിനുശേഷമാണ് നമ്മുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുവരേക്കൊക്കെ ഈ ഡെഡ് ബോഡീസ് ഒരു ഡ്യൂബിയസ് പ്ലേസിൽ വെക്കണം. ഡ്യൂബിയസ് എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ അൺക്ലിയർ പ്ലേസ്, അവ്യക്തമായ എന്നൊക്കെ ഉള്ളൊരു മീനിങ്. ഒരു അവ്യക്തമായിട്ടുള്ള, സംശയാസ്പദമായിട്ടുള്ള, ഒരു അൺക്ലിയർ, അങ്ങനെയുള്ള സ്ഥലത്ത് മോർച്ചറി സെറ്റ് ചെയ്യണം എന്നുള്ളത് അതിനുവേണ്ട ഒരു വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്താണ് പോയിന്റിൽ ഉദ്ദേശിക്കുന്നതെന്ന്? അതായത് നമ്മൾ ചെന്ന് കയറുമ്പോഴത്തേക്കും അവിടെ ഒരു ഫ്രണ്ടിൽ തന്നെ മോർച്ചറി പാടില്ല. നമ്മള് എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇതാണ് ഡെഡ് ബോഡി ഒക്കെ കാണുമ്പോഴും. അപ്പൊ അങ്ങനെ ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്ത് നമ്മൾ മോർച്ചറി വെക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് ആർക്കറിയാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ അതിന്റെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, നോക്കി അടുത്തത്. A precisely planned mortuary complex is beneficial to those who come in contact with that is police, doctors, medical students, staff and relatives of the dead. And precisely എന്ന് പറഞ്ഞാൽ carefully ഒരു കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത മോർച്ചറി കോംപ്ലക്സ് ആർക്കൊക്കെ ബെനിഫിഷ്യൽ ആണ്, പ്രയോജനപ്രദമാണ്? And those who come in contact with that is പോലീസിന് കേസിന്റെ ഭാഗമായിട്ട് ഡെഡ് ബോഡീസ് വന്ന് നോക്കണമെങ്കിലും ഒക്കെ അല്ലെ, നമുക്ക് മോർച്ചറി അതിന് ഒരു അനുയോജ്യമാണ് അല്ലെ. പോലീസിന് പ്രയോജനപ്രദമാണ്. ദെൻ ഡോക്ടേഴ്സിന് എന്തിനാണ്? അവർക്ക് മരണകാരണം എന്താണ്, എന്ത് രോഗമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഡോക്ടേഴ്സിന് ബെനിഫിഷ്യൽ ആണ്. മെഡിക്കൽ സ്റ്റുഡൻസ് അവര് ഇതൊക്കെ പഠിക്കുന്നത് എങ്ങനെയാ? ഡെഡ് ബോഡിയിലല്ലേ അവര് പ്രാക്ടിക്കലൊക്കെ ചെയ്ത് നോക്കുന്നത്. ജീവനുള്ള അവരുടെ ശരീരത്തിൽ അവർക്ക് ചെയ്ത് പഠിക്കാൻ പറ്റൂല്ലോ. അവരെവിടെയാ പഠിക്കുന്നത്? ഇങ്ങനെ അനാഥമായിട്ടുള്ള ഡെഡ് ബോഡീസ് ഒക്കെ, ആരും ഇതല്ലാതെയൊക്കെ ബോഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലര് മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി മെഡിക്കൽ കോളേജ് എഴുതി കൊടുക്കും ബോഡീസ് അല്ലെ, മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റുഡൻസിന് പഠിക്കാൻ വേണ്ടി കൊടുക്കണം എന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കും ആൻഡ് അവിടുത്തെ സ്റ്റാഫുകൾക്ക് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ്, മരിച്ച ആളുകളുടെ റിലേറ്റീവ്സിന് അല്ലെ, അവർക്ക് വന്ന് ബോഡി കളക്ട് ചെയ്യാനും അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മള് ആരാന്ന് മനസ്സിലാവാത്ത ബോഡി ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വന്ന് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരസ്യമൊക്കെ കൊടുക്കുകയാണെങ്കിൽ സംശയം ഉള്ള ആളുകൾ ആരാന്ന് വെച്ച് വന്ന് അവരുടെ റിലേറ്റീവ്സ് വന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ ഇവർക്ക് എല്ലാവർക്കും ഒരു മോർച്ചറി കോംപ്ലക്സ് ബെനിഫിഷ്യൽ ആണ്, പ്രയോജനപ്രദമാണ്. ആർക്കൊക്കെയാ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ precisely the mortuary complex is beneficial to dash. ആർക്കൊക്കെയാ? പോലീസ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്റ്റുഡൻസ്, സ്റ്റാഫ് ആൻഡ് റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ്. മരിച്ച ആളുകളുടെ റിലേറ്റീവ്സിന്
എല്ലാവർക്കും പ്രയോജനപ്രദമാണ്. ക്ലിയർ ആയോ അത്? ഓക്കെ ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, തേർഡ് പോയിന്റ് എന്താ? പ്രൊവിഷൻ ഓഫ് മോർച്ചറി ഫെസിലിറ്റീസ് ആൻഡ് സർവീസസ് in a hospital also has an important bearing with regard to public relation of the hospital. Public relation of the hospital. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഹോസ്പിറ്റലിലുള്ള ഈ മോർച്ചറി ഫെസിലിറ്റി സൗകര്യങ്ങളും സേവനങ്ങളും നൽകുന്നതിന് ഒരു പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പബ്ലിക് റിലേഷനുമായി നല്ലൊരു ബന്ധമുള്ളത്, പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന്. അതെന്താ പോയിന്റ് അങ്ങനെ പറഞ്ഞേക്കുന്നത്? ഹോസ്പിറ്റൽ മോർച്ചറി ഫെസിലിറ്റികളും സർവീസും നൽകുന്നതിന് ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പങ്കുണ്ട്. അപ്പൊ എങ്ങനെയാ മോർച്ചറിയും പബ്ലിക് റിലേഷനും തമ്മിൽ എന്താ ബന്ധം? എന്താ? അതായത് ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കാന്ന് വിചാരിക്കാം. അപ്പോ ആ ഒരു ഹോസ്പിറ്റല്, ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും മോർച്ചറി ഉണ്ടോ? എല്ലാ ഹോസ്പിറ്റലിലും മോർച്ചറി ഉണ്ടോ? ഇല്ല അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞ പേഷ്യന്റ്, ഇപ്പൊ ഒരു പേഷ്യന്റ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയാണ്. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി നമ്മൾ പറഞ്ഞു മോർച്ചറിയിലേക്ക് മാറ്റൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഹോസ്പിറ്റലിൽ തന്നെ അവിടെ മോർച്ചറി ഉണ്ടെങ്കിൽ എന്താ, നമുക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാം അല്ലെ? പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിലേക്ക് തന്നെ നമുക്ക് ഡെഡ് ബോഡി മാറ്റാൻ പറ്റും. ഇനി ആ ഹോസ്പിറ്റലിലെ മോർച്ചറി സർവീസ്, മോർച്ചറി ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ വേറെ കണ്ടുപിടിക്കണം ഇല്ലേ? വേറെ മോർച്ചറി ഉള്ള ഹോസ്പിറ്റൽ എവിടെയാണ്, അടുത്ത ഏതാണെന്നൊക്കെ കണ്ടുപിടിച്ച് പിന്നെ അവിടെ വിളിച്ച് പറഞ്ഞ് അവരുടെ സമ്മതമൊക്കെ കിട്ടി ഇതൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് ഡെഡ് ബോഡി അങ്ങോട്ട് മാറ്റാൻ പറ്റുള്ളൂ അല്ലേ? അല്ലേ? ഇതാണെങ്കിലോ ഇപ്പൊ നമ്മള് പേഷ്യന്റ് മരിച്ച ആ ഹോസ്പിറ്റലിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ എന്താ, അപ്പൊ ഒരു പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിനൊരു കാരണമല്ലേ അത്? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു, ഒരുപാട് പബ്ലിക് തന്നെ വരും, കാണാനായിട്ട് വരും അല്ലെ? അവർക്കുടെ റിലേറ്റീവ്സ് ഇപ്പൊ എല്ലാം സൂയിസൈഡ് അല്ലെ അങ്ങനെയൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ചും പെട്ടെന്നൊന്നും നമുക്കത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തരൂല്ല അല്ലെ? അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിനു ശേഷമാണ് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. അതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ മരിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിലും കാണാനില്ല ഹോസ്പിറ്റലിലേക്ക് ഒത്തിരി പേരൊക്കെ വരും. അപ്പൊ അവരെന്താ, ഒരു പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് ഈ മോർച്ചറി ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന്. അവിടെ നമുക്ക് ഇപ്പൊ എന്താ, ആ ഫെസിലിറ്റി അവിടെ തന്നെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റ് അല്ലേ? ഇപ്പൊ നമ്മൾ പറയും അവിടെ ആണെങ്കിൽ നമുക്ക് അവിടെ മോർച്ചറി ഫെസിലിറ്റി ഉണ്ട്, നമുക്ക് വേറെ അന്വേഷിക്കേണ്ട, ആ ബോഡി നമുക്ക് അവിടെ തന്നെ കീപ്പ് ചെയ്യാം എന്നുള്ള ഒരു ഇത് വരും. അപ്പൊ പബ്ലിക് റിലേഷൻ കൂട്ടുന്നതിന് ഈ മോർച്ചറി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അതാണ് പോയിന്റ്. പബ്ലിക്കുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് മോർച്ചറി. മനസ്സിലായോ? പബ്ലിക്കുമായിട്ടുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തുന്നതില് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് മോർച്ചറി. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ പോയിന്റ്? ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, നാലാമത്തെ പോയിന്റ് എന്താ? ക്ലിയർ ആയില്ലേ? അത് പബ്ലിക് റിലേഷൻ കൂട്ടുന്നതില് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് മോർച്ചറി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആരുടെ മെസ്സേജ് ഞാൻ കണ്ടില്ലല്ലോ. അതായത് പബ്ലിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, അതാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പബ്ലിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, പബ്ലിക്കുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് മോർച്ചറി. ഇനി അടുത്ത് നോക്കിയ ലാസ്റ്റ് പോയിന്റിൽ എന്താ? മച്ച് ഓഫ് ദ സെന്റിമെന്റ്സ് വാല്യൂ ആർ അറ്റാച്ച്ഡ് ടു ദ ഡെഡ് ബോഡി ഓഫ് ദ പേഴ്സൺ വിത്ത് സോഷ്യോ ആൻഡ് മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ് അറ്റാച്ച്ഡ് ടു ദ മോർച്ചറി ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഹോസ്പിറ്റലില് ഒരു മോർച്ചറിയില് ഒരു സോഷ്യോ ആൻഡ് മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ്, ഒരു സാമൂഹികവും വൈദ്യശാസ്ത്രപരമായിട്ടുള്ള പ്രധാനമുള്ള ഒരു വ്യക്തിയുടെ മൃതദേഹത്തിന് ഒരു വികാരങ്ങളുടെ മൂല്യം കൂടുതലാണെന്ന്.
Much of the sentiments value are attached to the dead body of the person with the socio and medico-legal importance attached to the mortuary of the hospital. ഒരു ഹോസ്പിറ്റലിലെ മോർച്ചറിയില് സാമൂഹികവും വൈദ്യശാസ്ത്ര പ്രധാനവുമായ ഒരു മരിച്ച വ്യക്തിയുടെ പ്രധാനമുള്ള ഒരു വ്യക്തിയുടെ മൃതദേഹത്തിന് അവിടെ സെന്റിമെന്റ്സ് വാല്യൂ, ഒരു നല്ലൊരു വികാരങ്ങളുടെ ഒരു മൂല്യം കൂടുതലാണ് അല്ലേ. ഇപ്പൊ എത്ര കൊള്ളില്ലാത്ത ആളാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പറയുകയാണ് കൊണ്ട് നമ്മൾ അല്ലെ, ഇപ്പൊ എത്ര നല്ല മനുഷ്യനായിരുന്നു, ജീവിച്ചിരുന്നപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. നമുക്കൊരു ഒരു ബോഡിയോട് നമ്മളൊരു ആദരവ് കാണിക്കുന്നുണ്ട് ഇല്ലേ, അല്ലെ, മരിച്ചു പോയ ഒരാളോട്. അതിപ്പോ ഏത് ഇതിലാണെങ്കിലും ഇപ്പൊ ഹിന്ദുക്കൾ അതല്ലേ നമ്മൾ ഓരോ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ രീതിയില്, ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ രീതിയില്, പള്ളിയില് അവർക്കടേതായ കാര്യങ്ങളില്, മുസ്ലിംസ് ആണെങ്കിലും അവരുടെ രീതിയില് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും നമ്മളൊരു നല്ലൊരു സെന്റിമെന്റ്സ് വാല്യൂ ആ ഒരു ബോഡിയോട് നമ്മൾ കാണിക്കുന്നുണ്ട്. അതല്ലേ അതിന്റെ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പശു ആടൊക്കെ ചത്താല് വെറുതെ നമുക്ക് വരച്ച് കുടിച്ചിട്ടാ പോരെ, ഒരു കുടി ഉണ്ടാക്കി അവിടെ ദഹിപ്പിക്കുക, അത്രയും പോരെ. അല്ലെങ്കിൽ വെറുതെ കത്തിച്ച് കളയുക, അങ്ങനെയല്ലോ. നമ്മള് അതിനോടൊരു സെന്റിമെന്റ്സ് വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു സാമൂഹികവും വൈദ്യശാസ്ത്രപരവും നിയമപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള ഒരു വ്യക്തിയുടെ മൃതദേഹത്തിന് അതിൻ്റെതായ ഒരു സെന്റിമെന്റ്സ് വാല്യൂ നമ്മള് ഉണ്ട്. ആ ഒരു വികാരങ്ങളുടെ മൂല്യം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ആ ഒരു ബോഡിയോട് നമ്മൾ കൊടുക്കണ്ട്, അല്ലെങ്കിൽ അത്രയും സെന്റിമെന്റ്സ് വാല്യൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ okay, therefore the establishment and management of the mortuary is of the significance of every hospital. അങ്ങോട്ട് നോക്കിയേ, എന്താ അതിന്റെ സ്ഥാപനവും അതിന്റെ മാനേജ്മെന്റ് മോർച്ചറിയുടെ ഒരു സിഗ്നിഫിക്കൻസ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താ അത്രയധികം ഇമ്പോർട്ടന്റ് ആണെന്ന്. അപ്പൊ അതേ ഇതിനകത്ത് തന്നെ നമ്മൾ ഒരു മോർച്ചറി സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ മോർച്ചറിയില് അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓരോ ഹോസ്പിറ്റലിന്റെ പ്രധാനമാണ്. സാമൂഹികവും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് വേണം ഒരു മോർച്ചറി സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, therefore establishment and management, അതായത് അതിന്റെ മോർച്ചറിയുടെ സ്ഥാപനവും മാനേജ്മെന്റും എന്താണ് ഓരോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രധാനമാണ്. അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. Establishment and management of mortuary is significant to every hospital. Underline ചെയ്തിട്ടാണ് ലാസ്റ്റ് സെന്റൻസ്. ഓക്കെ, അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? സാമൂഹികവും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് തന്നെ വേണം ആ ഒരു ഹോസ്പിറ്റലില് മോർച്ചറി സെറ്റ് ചെയ്യാൻ. ഇന്ന രീതിയിലായി ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു, ടൂറിസ്റ്റ് പ്ലേസിലായിരിക്കണം അല്ലെ. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുവർത്തിച്ചു കൊണ്ട് വേണം ഒരു മോർച്ചറി സെറ്റ് ചെയ്യാനാണ്. ഓക്കെ, അത്രയൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത്. നീഡ് ഫോർ മോർച്ചറി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആ രണ്ടാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ട് ഒരു കെയർഫുള്ളി പ്ലാൻ ചെയ്തിട്ടുള്ള മോർച്ചറി കോംപ്ലക്സ് ആർക്ക് ബെനിഫിഷ്യൽ ആണ്, അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, പിന്നെ അതിനകത്ത് പറഞ്ഞേക്കുന്നത് പബ്ലിക് റിലേഷൻ. അടുത്ത പോയിന്റിൽ ആ പബ്ലിക് റിലേഷനുമായിട്ട് ഒരു ബന്ധമുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? റിഗാർഡ് ടു പബ്ലിക് റിലേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. It's important bearing with the regard to public relation of the hospital. Last sentence, നാലാമത്തെ പോയിന്റിൽ ലാസ്റ്റ് സെന്റൻസ്. Therefore, the establishment and management of the mortuary is of significance of every hospital. Okay, 4 points. ഇനി അടുത്ത് നോക്കിയേ, functions of mortuary service. ഇനി എന്തൊക്കെയാണ് മോർച്ചറിയുടെ ഫങ്ഷൻസ്? ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞതാണ്, ടു കൺസേർവ് ദ ഡെഡ് ബോഡി ടിൽ ദ ഫോർമാലിറ്റീസ് ഓഫ് ദ ഹാൻഡ്ലിംഗ് ഓവർ ദ ഡിസീസ് ഈസ് കംപ്ലീറ്റഡ്. ഡിസീസ് എന്ന് വെച്ചാൽ ഒരു മരണമടഞ്ഞ എന്നുള്ളതാണ് കേട്ടോ. മരണമടഞ്ഞ completed.
അപ്പൊ നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്, മരിച്ച ആളുകളുടെ ആ കൈമാറ്റത്തിന്റെ നടപടി, ഹാൻഡിങ് ഓവർ, നമ്മൾ കൈമാറ്റം ചെയ്യുന്ന ആ നടപടി പൂർത്തിയാക്കുന്നത് വരെ മൃതദേഹം സൂക്ഷിക്കാൻ മോർച്ചറി വേണം. മോർച്ചറിയുടെ ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. എന്താണ്? to conserve the dead body till the formalities of the handling over of disease is completely. അതായത് ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബോഡി നമ്മൾ വീട്ടിലേക്ക് തരൂല അല്ലേ? അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്, പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയായതിനു ശേഷം മാത്രം ബോഡി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. അപ്പൊ അതുവരേക്കും ആ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്ത് ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയം വരെ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കാൻ. ക്ലിയർ ആയ ഒന്നാമത്തെ ഫംഗ്ഷൻ? ഓക്കെ. മരിച്ച ആളുടെ ആ കൈമാറ്റത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ ബോഡി സൂക്ഷിച്ചു വെക്കാൻ മോർച്ചറി ഉപയോഗിക്കും. അത് മോർച്ചറിയുടെ ഒരു ഫംഗ്ഷൻ ആണ്. രണ്ടാമത്തെ നോക്കിയേ, to keep the dead body unclaimed. Unclaimed എന്ന് വെച്ചാൽ തിരിച്ചറിയപ്പെടാത്ത ഡെഡ് ബോഡിയാണ്. ക്ലൈം ചെയ്യാത്തത്, തിരിച്ചറിയപ്പെടാത്തത് എഴുതി വെച്ചവിടെ. അൺക്ലൈംഡ്. അൺക്ലൈംഡ് ഡെഡ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിയപ്പെടാത്ത ഡെഡ് ബോഡികൾ. Should the relatives claim and take it away for final disposal? Usually the bodies that are not claimed are kept for 72 hours and unless claimed till that period, the disposal of the dead body is done in keeping with the existing policy of the hospital and as per the law of the land. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ക്ലൈം ചെയ്യപ്പെടാത്ത ഡെഡ് ബോഡീസ് അവരുടെ റിലേറ്റീവ്സ് വന്ന് അത് തിരിച്ചറിയപ്പെടുന്നത് വരെ, തിരിച്ചറിയപ്പെടുന്ന ആ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി മാറ്റുന്നത് വരെ നമുക്ക് ബോഡി സൂക്ഷിക്കാം. അടുത്തൊരു ഫംഗ്ഷൻ ആണ് കേട്ടോ. To keep the dead body till the relatives claim and till it away for final disposal. അപ്പോ തിരിച്ചറിയപ്പെടാത്ത ഡെഡ് ബോഡി റിലേറ്റീവ്സ് വന്ന് തിരിച്ചറിഞ്ഞ് ക്ലെയിം ചെയ്ത് അവരെ ഫൈനൽ ഡിസ്പോസലിന് വേണ്ടി മാറ്റുന്നത് വരെയും ബോഡി സൂക്ഷിച്ചു വെക്കാൻ. Unusually the bodies that are not claimed, ഇനി ക്ലെയിം ചെയ്തില്ലെങ്കിലോ, are kept for 72 hours. എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ക്ലെയിം ചെയ്യാത്ത ഡെഡ് ബോഡി എത്ര മണിക്കൂർ? എത്രയാ? 72 hours. 72 hours. എത്രയാ? 3 ദിവസം അല്ലെ? 3 days അല്ലേ 72 hours. അപ്പോ ക്ലെയിം ചെയ്യാത്ത ഡെഡ് ബോഡീസ് 72 hours വരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. അതാണ് നിയമം. Usually the bodies are not claimed are kept for 72 hours. അണ്ടർലൈൻ ചെയ്ത എല്ലാവരും? അണ്ടർലൈൻ ചെയ്തില്ലേ 72 എന്നുള്ളത്? എത്രനാണ് സൂക്ഷിക്കാൻ പറ്റും? 3 ദിവസം വരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. അതുവരേക്ക് ഇപ്പൊ ഒന്നാമത്തെ ദിവസം ആരും വന്നില്ല, റിലേറ്റീവ് വന്ന് ബോഡി തിരിച്ചറിയില്ലെങ്കിൽ അവർക്ക് സംസ്കരിക്കാൻ പറ്റൂല. രണ്ടാമത്തെ ദിവസം വന്നില്ല, 3 ദിവസം വരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. അതാണ് ആ നിയമം. And unless claimed till that period, ഇനി ആ ദിവസം വരെ, ഇപ്പൊ 3 ദിവസമായിട്ടും ആരും വന്നിട്ടില്ല, റിലേറ്റീവ്സ് ആരും വന്നില്ല, ക്ലെയിം ചെയ്തില്ല എങ്കിലോ, disposal of the dead body is done in keeping with the existing policy of the hospital. ഹോസ്പിറ്റലിലുള്ള നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച്, പോളിസി അനുസരിച്ച്, as per the law of the land, അവിടുത്തെ ലോ നിയമം അനുസരിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പോസ് ചെയ്യാൻ പറ്റും. പിന്നെ വെച്ചോണ്ടിരിക്കണ്ട, 3 ദിവസം വരെ ഹോസ്പിറ്റലിൽ വെക്കണം. അതായത് 72 hours വരെ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കണം. റിലേറ്റീവ്സ് ആരെങ്കിലും വരുമോ ക്ലെയിം ചെയ്യാൻ, തിരിച്ചറിയപ്പെടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അത്രയും 3 ദിവസം വരെ അല്ലെങ്കിൽ 72 hours നമ്മൾ വെക്കണം, ഹോസ്പിറ്റലിൽ വെക്കണം. ഇനി 72 മണിക്കൂർ ആയിട്ടും ആരും വന്നിട്ടില്ല, ക്ലെയിം ചെയ്തിരുന്നെങ്കിൽ അവിടുത്തെ ആ ഒരു ലാൻഡ്, അവിടുത്തെ ആ ലോ നിയമങ്ങളും ഹോസ്പിറ്റലിലെ നിലവിലുള്ള പോളിസിയൊക്കെ അനുസരിച്ച് ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാനുള്ള അധികാരം ഹോസ്പിറ്റലിലുണ്ട്. ഓക്കെ. ഇനി ആ 72 hours എന്നുള്ളത് നോട്ട് ചെയ്യുക. അതിനകത്ത് ഫസ്റ്റ് ലൈനും അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കേട്ടോ. To keep the dead body till the relatives claim and take it away for final disposal. ഇനി അടുത്ത നോക്കിയേ.
പഠിക്കാൻ കൊടുക്കില്ല എന്ന് ഇനിയിപ്പോ മെഡിക്കൽ സ്റ്റുഡൻസിന് അതാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം. ഇനി ടു റിസീവ് ആൻഡ് സ്റ്റോർ, ടു റിസീവ് ഇപ്പൊ അവിടുത്തെ ഒരു നിയമം വെച്ചിട്ട് പറയണേ 72 മണിക്കൂർ വരെ സൂക്ഷിക്കണം എന്നുണ്ട് അവിടെ തന്നെ. അത് കഴിഞ്ഞിട്ടും ആരും വന്നില്ലെങ്കിൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷമാണെങ്കിൽ അവർക്ക് ഡിസ്പോസ് ചെയ്യാനുള്ള അധികാരം ഹോസ്പിറ്റലിനുണ്ട്. ഓക്കെ, അടുത്ത നോക്കി മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ടു റിസീവ് ആൻഡ് സ്റ്റോർ എ ഡെഡ് ബോഡി റിക്വയർ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. കണ്ടോ? ടു റിസീവ് ആൻഡ് സ്റ്റോർ ദ ഡെഡ് ബോഡി റിക്വയർ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. പോസ്റ്റ്മോർട്ടം ആവശ്യമായിട്ടുള്ള ഡെഡ് ബോഡീസ് അത് സ്റ്റോർ ചെയ്യാനും റിസീവ് ചെയ്യാനും മോർച്ചറി ഉപയോഗിക്കാം. ഇതൊരു ഫംഗ്ഷനാണ് നടക്കുക. ടു റിസീവ് സ്വീകരിക്കുക ആൻഡ് സ്റ്റോർ ദ ഡെഡ് ബോഡി റിക്വയർ പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ. പോസ്റ്റ്മോർട്ടം ആവശ്യമുള്ള ഡെഡ് ബോഡീസ് റിസർവ് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അടുത്ത് നോക്കി ടു കണ്ടക്ട് മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. അടുത്തത് എന്താ? മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം. മെഡിക്കൽ ലീഗൽ എന്ന് വെച്ചാൽ ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ പർപ്പസ്. ഓക്കെ, ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ പർപ്പസ് പോസ്റ്റ്മോർട്ടം വർക്കിന്. ടു കണ്ടക്ട് പോസ്റ്റ്മോർട്ടം വർക്ക്, മെഡിക്കോ ലീഗൽ പോസ്റ്റ്മോർട്ടം വർക്ക്. മെഡിക്കൽ ആയിട്ടുള്ളത് ലീഗൽ, ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് അത് കണ്ടക്ട് ചെയ്യാൻ, പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്യാൻ. ദെൻ പോസ്റ്റ്മോർട്ടം നടത്തുന്നെങ്കിൽ നമ്മൾ മോർച്ചറിയിലേക്ക് ബോഡി മാറ്റണം. ഓക്കെ, അടുത്ത നോക്കിയേ. ടു ഗീവ് എ ടീച്ചിങ് പ്രോഗ്രാം ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് കുട്ടികൾക്ക് ടീച്ചിങ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ടീച്ചിങ് പ്രോഗ്രാം കൊടുക്കാൻ. അപ്പൊ അവർക്ക് മോർച്ചറിയിൽ ഇന്ന് പഠിക്കാം അല്ലെ? മോർച്ചറിയില് ബോഡീസ് കീപ്പ് ചെയ്യുമ്പോൾ അതിൽ അവർക്ക് പഠിക്കാൻ പറ്റും. അതാണ് ടു ഗീവ് എ ടീച്ചിങ് പ്രോഗ്രാം ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ടീച്ചിങ് പ്രോഗ്രാം കൊടുക്കാം ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ക്ലിയർ ആയില്ലേ? ഇനി the type of dead body preserved in the mortuary can be classified as. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞ ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്. മെഡിക്കൽ ആയിട്ടുള്ളതും നിയമപരമായിട്ടുള്ള വശങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ്മോർട്ടം വർക്ക് കണ്ടക്ട് ചെയ്യാൻ. മെഡിക്കൽ ആവശ്യങ്ങൾക്കും ലീഗൽ അത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുണ്ട്. മെഡിക്കോ ലീഗൽ ഇനി പഠിക്കാനുണ്ട്. അതായത് ഇപ്പൊ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എന്തിന്റെ ഭാഗമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത്? പഠനാവശ്യങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് പഠിക്കാനായിട്ട്, അത് രോഗം കണ്ടുപിടിക്കാനൊക്കെ അത്. പിന്നെ ലീഗൽ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള കേസിന്റെ ഭാഗമായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. ML ഓട്ടോപ്സി, ക്ലിനിക്കൽ ഓട്ടോപ്സി ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇവിടെ. മെഡിക്കോ ലീഗൽ, മെഡിക്കൽ ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ, അതാണ് മെഡിക്കോ ലീഗൽ എന്ന് ഉദ്ദേശിച്ചത്. മെഡിക്കൽ വശങ്ങളും ലീഗൽ വശങ്ങൾക്കുമായിട്ട് പോസ്റ്റ്മോർട്ടം വർക്ക് കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ അണ്ടർ ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് ടീച്ചിങ് പ്രോഗ്രാം കൊടുക്കാൻ. ടു ഗീവ് എ ടീച്ചിങ് പ്രോഗ്രാം ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്. ഇനി ഇവിടെ നോക്കിയാൽ ദ ടൈപ്പ് ഓഫ് ഡെഡ് ബോഡി പ്രിസർവ്ഡ് ഇൻ ദ മോർച്ചറി ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. രണ്ട് രീതിയിൽ നമുക്ക് മോർച്ചറി നമുക്ക് ഡെഡ് ബോഡി പ്രിസർവ് ചെയ്യുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നോക്കാം രണ്ട് രീതിയിൽ ഏതൊക്കെയാ? The type of dead body preserved in the mortuary can be classified as. ഇതൊക്കെ രണ്ട് രീതിയിൽ. നോൺ മെഡിക്കോ ലീഗൽ പർപ്പസ്, മെഡിക്കോ ലീഗൽ എന്താണ്? ഈ നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്. രണ്ട് ടൈപ്പില് നോക്കിയേ. The type of dead body preserved in the mortuary can be classified as. എന്താണ്? ഡെഡ് ബോഡി നമ്മൾ മോർച്ചറിയിൽ പ്രിസർവ് ചെയ്തിരിക്കുന്ന ഡെഡ് ബോഡിനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഡെഡ് ബോഡീസ് രണ്ട് രീതിയിൽ നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്നാമത്തെ എന്താ? നോൺ മെഡിക്കോ ലീഗൽ പർപ്പസ്, അതായത് എന്താ? കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ളത്. അതാണ് നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ, പഠിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ അങ്ങനെയുള്ള ബോഡീസ് നമുക്ക് കീപ്പ് ചെയ്യാം. മെഡിക്കോ ലീഗൽ, മെഡിക്കൽ ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു സംതിങ് ദാറ്റ് ഇൻവോൾവ് ബോത്ത് മെഡിക്കൽ ആൻഡ് ലീഗൽ ആസ്പെക്ട്സ്. അതായത് ഇവിടെ നമുക്ക് എന്താ? മരണ കാരണം എന്താണെന്ന് കണ്ടെത്താൻ, അല്ലെങ്കിൽ മർഡർ ആണോ ഇതൊക്കെ കണ്ടെത്താൻ കേസിന്റെ ഭാഗമായിട്ട്
ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു എവിഡൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അതിനു വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിലും ഡെഡ് ബോഡീസ് പ്രിസർവ് ചെയ്യും. ഡിഫറൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? ഡിഫറൻസ് മനസ്സിലായോ? നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ പർപ്പസ് ഒന്നുമില്ല, പഠനാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ ഡെഡ് ബോഡിയിലല്ല ഓരോന്നും അവർ ചെയ്തു നോക്കുന്നത്, ഓരോ ഉള്ളിലുള്ള ഓർഗൻസ് ഇത് കാണാനും അതിന്റെ പ്രവർത്തനങ്ങളും, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളല്ല, ബോഡി ഉള്ളിലുള്ള ഓർഗൻസ് ഒക്കെ കാണാൻ, അത് കറക്റ്റ് ആയിട്ട് ചെയ്തു നോക്കാം, സർജറി ഒക്കെ നമുക്കൊന്ന് ചെയ്തു നോക്കാം, അങ്ങനെയൊക്കെ കുട്ടികളുടെ പഠനാവശ്യമായിട്ട് ഡെഡ് ബോഡി സൂക്ഷിക്കേണ്ടത്. അതിനെയാണ് നോൺ മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു ഇതൊന്നുമില്ല, നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഉള്ളി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം. ഇനി മെഡിക്കോ ലീഗൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ നമ്മൾ എന്താ കേസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും മരണ കാരണം എന്താ, എന്തുകൊണ്ടാണ് അവർ മരിച്ചത്, ഒരു എവിഡൻസ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ അതിന് വേണ്ടിയിട്ടും നമുക്ക് ബോഡി കീപ്പ് ചെയ്യാം. ക്ലിയർ ആയോ? അതായത് മർഡർ ആണോ, ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് മർഡർ ആണോ, അല്ലെങ്കിൽ അവര് തന്നെ സൂയിസൈഡ് ചെയ്തതാണോ, മർഡർ ആണോ, സ്വാഭാവിക മരണമാണോ, അതെങ്ങനെയാണപ്പോ ഉള്ളത് നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാത്തതേ പറ്റുള്ളൂ. പോയിസൺ കേസ് എന്താണ് മരണ കാരണം, എന്ത് മൂലമാണ്, ഇനിയിപ്പോ വെള്ളം അകത്ത് ഇരുന്നിട്ട് മരിച്ചതാണോ, വെള്ളം കുടിച്ച് വെള്ളത്തിൽ വീണ് മരിച്ചതാണോ, വല്ല പോയിസൺസ് അകത്ത് ഇരുന്ന് മരിച്ചതാണോ, ശ്വാസം മുട്ടി മരിച്ചതാണോ, അങ്ങനെ എന്താണെങ്കിലും ആ ഒരു എവിഡൻസ് നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് പോസ്റ്റ്മോർട്ടവും ചെയ്യണം. രണ്ട് രീതിയിൽ ബോഡീസ് പ്രിസർവ് ചെയ്യുന്നുണ്ട് മോർച്ചറിയില്. നോൺ മെഡിക്കോ ലീഗൽ പർപ്പസും ഉണ്ട്, മെഡിക്കോ ലീഗൽ പർപ്പസും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? കുറച്ച് നമ്മൾ എടുത്തോളൂ. ഇനി അടുത്ത ദിവസത്തേക്ക് ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ.